ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ച് കേപ്പ് വെർദെ. കാൽപന്തിന്റെ അറ്റിപ്പേരവകാശികളിലൊരാളായ അർജന്റീനയെ വെള്ളം കുടിപ്പിച്ച ലോക ഫുട്ബോളിലെ വൻമരങ്ങളെപ്പോലും ശ്വാസം മുട്ടിച്ച് മുന്നേറുന്ന കാബോ വെർഡെ എന്ന ബ്ലൂ ഷാർക്കുകൾ എവിടെന്ന് പൊട്ടി വീണു ഈ മുതലുകൾ? അങ്ങ് പശ്ചിമാഫ്രിക്കൻ തീരത്തിനടുത്തായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന 10 അഗ്നിപർവ്വത ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് കാബോ വെർഡെ. മുൻപ് ഇത് കേപ്പ് വെർഡെ എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള സെനഗൽ തീരത്തുനിന്ന് ഏകദേശം 570 കിലോമീറ്റർ അകലെ സമുദ്രത്തിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. സാന്റിയാഗോ ദ്വീപിലാണ് തലസ്ഥാനം. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ഈ രാജ്യത്തിന് 1975 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതുവരെ ഇത് ഒരു പോർച്ചുഗീസ് കോളനിയായിരുന്നു. ഏകദേശം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ നിരക്കാണ് കേപ്പ് വെർഡിയൻ എസ്കുഡോ കറൻസി. വിനോദസഞ്ചാരമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. ഇന്ന് കാബോ വെർഡെയിലെ ജനങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പൂർവികർ അനുഭവിച്ച ആ വലിയ വേദനകൾ അവർ മറന്നിട്ടില്ല. 1460കളിലാണ് പോർച്ചുഗീസ് നാവികർ ആദ്യമായി ഈ ദ്വീപുകളിൽ കാൽകുത്തുന്നത്. അന്ന് ഈ ദ്വീപുകളിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ജീവിച്ചിരുന്നില്ല. വിജനമായ ദ്വീപുകളായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് മനുഷ്യരെ വേട്ടയാടിപ്പിടിച്ച് ഈ ദ്വീപുകളിലെത്തിച്ച് തരം തിരിച്ച് അമേരിക്കയിലെയും കരീബിയൻ ദ്വീപുകളിലെയും വൻകിട തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ കപ്പലുകളിൽ കയറ്റി അയക്കുന്ന അടിമകളുടെ ഒരു ഹബ്ബ് ആക്കി മാറ്റുകയാണുണ്ടായത്. പിന്നെയങ്ങ് കണ്ണീരിന്റെ വേർപാടിന്റെ ദിനങ്ങളായിരുന്നു ആ ദ്വീപുകൾക്ക്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് ഇവിടുത്തെ സമ്പന്നമായ കാർഷിക വിളകളിലായിരുന്നു കണ്ണ്. പിന്നെ മതം മാറ്റാനും കൂടെ തദ്ദേശവാസികളുടെ കൂറും പോർച്ചുഗീസുകാരെ സമ്പന്നരാക്കി. ചുരുക്കത്തിൽ കേരളത്തിൽ നിന്ന് അവർ സുഗന്ധവ്യഞ്ജനങ്ങൾ വണ്ടി കയറ്റിയപ്പോൾ കാബോ വെർഡെ വഴി അവർ മനുഷ്യ ജീവനുകളെയാണ് കച്ചവടച്ചരക്കാക്കി മാറ്റിയത്. ഇന്ത്യയെക്കാളും 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞല്ലോ കാബോ വെർഡെക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യയിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ ശരിക്കും ലോകം അർദ്ധരാത്രിക്കു സമാനം തന്നെ. ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു ആ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം റൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി നടത്തുമ്പോൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമീണർ ഇതൊന്നും അറിയാതെ പട്ടിണിയിലും ദുരിതത്തിലും ഉറങ്ങുകയായിരുന്നു. പല ഉൾഗ്രാമങ്ങളിലും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണ് സ്വാതന്ത്ര്യം കിട്ടിയ വിവരം പോലും ജനങ്ങൾ അറിയുന്നത്. അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ച ഭൂ ഉടമകൾ. ഇംഗ്ലീഷുകാരുടെ ഒഴിഞ്ഞുപോക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ക്രൈസ്തവ മേലാളന്മാർ തേങ്ങലായിരുന്നത്രേ. ഇനി കേട്ടിട്ടും സ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാകാത്ത ജനങ്ങൾ. ആഘോഷങ്ങളില്ലാത്ത ഇന്ത്യ എന്നാൽ 1975 കാബോ വെർഡെ നിവാസികൾക്ക് ആഘോഷം തന്നെ ആയിരുന്നിരുന്നു. നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികർ അനുഭവിച്ച ക്രൂരതകൾക്ക് ഒടുവിൽ വിരാമമായതിന്റെ ആശ്വാസവും ആവേശവും ആ രാത്രിയിൽ കാബോ വെർഡെയിൽ ഉണ്ടായിരുന്നു. പറഞ്ഞുവന്നത് ഒരു അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഇന്ത്യയും മറ്റൊരു രാത്രിയിൽ ഉണർന്ന് ആഘോഷിച്ച കാബോ വെർഡെയും ചരിത്രത്തിന്റെ 2 വ്യത്യസ്ത ഏടുകളാണെങ്കിലും ഇന്ത്യൻ ജനത ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും വികസന കാര്യങ്ങളിലോ കായിക മേഖലയിലോ ശ്രദ്ധിക്കുന്നതിന് പകരം മതപരമായ രാഷ്ട്രീയത്തിലും ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങളിലും മുഴുകിയിരിക്കുന്നു. കാൽപന്തിലല്ല കളി, മതമാണ്. മതം മാത്രമാണ് കളി. എന്നാൽ കാബോ വെർഡെക്കാർക്ക് ഇത് 2026 വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം.